ഹായ്, ഞങ്ങൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വേലൂർ പഞ്ചായത്തിലുള്ള ആയുർജഗ് ഫാമാണ്. എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് പത്രമാധ്യമങ്ങളിലൂടെയും പ്രശസ്തി ആർജിച്ചൊരു സ്ഥലമാണ്. ചക്കയുടെ പേരിൽ പ്രശസ്തി ആർജിച്ചൊരു സ്ഥലമാണ് ആയുർജഗ് എന്ന് പറയുന്നത്. അവിടുത്തെ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. ഞങ്ങൾ ഇവിടെ വന്നത് ചക്കകളുടെ ഒരു ശേഖരം തന്നെ കാണുവാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കാണുന്നത് ചക്കകൾ മാത്രമല്ല, ചാമ്പ, റൂബിക്ക, പേര, ലളിത് പേര, നെല്ലി, അങ്ങനെ പേരകളുടെ തന്നെ ഒരുപാട് തൈകളുണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവരി, ഇവിടെ കാണിക്കാം. അതെ, കുളമ്പ്, കോശ്ശേരി, ഇതൊക്കെ മാവാണ് കേട്ടോ. ഈ കുളമ്പെന്ന് പറയുന്ന മാവാണ്, കോശ്ശേരി എന്ന് പറയുന്ന മാവാണ്. ഓൾ സീസൺ മാവെന്ന് പറയും. എനിക്ക് തോന്നുന്നു എല്ലാ സീസണിലും മാങ്ങേണ്ടതാണെന്ന്. ഓൾ സീസൺ മാവല്ലേ. ഒരുപാട് ശേഖരമുണ്ട് കേട്ടോ. കാലാപ്പാടി, മല്ലിക, മൂവാണ്ടൻ, കോട്ടൂര് കോണം, നാം ഡോപ്മായി, കിടിലം പേരുകളൊക്കെ കേട്ടോ മാവിനുള്ളത്. സപ്പോട്ടയുടെ തന്നെ ഒരു ശേഖരം തന്നെ ഇവിടെ കാണുന്നുണ്ട്. മൽഗോവ, ഇതൊക്കെ മാവാണ് കേട്ടോ. ഞങ്ങളിവിടെ ചക്കയുടെ വീഡിയോ എടുക്കാൻ വന്നതാണ്. പക്ഷേ ഇവിടെ കൂടുതലും ഇപ്പോൾ ഞങ്ങൾ കാണുന്നത് മാവിൻ്റെ ഒരു ശേഖരം തന്നെയുണ്ട്. ഇത് ഹിമാപസന്ത്, ഇത് മാവ് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ മാവാണ്. ഇത് ലെമൺ അല്ലേ, ഇത് നാരങ്ങയുടെ ചെടി. ഇത് ഓറഞ്ചിൻ്റെയാണ് കേട്ടോ. ഓറഞ്ച് നോക്കി, ഓറഞ്ച് ഒന്ന് കാണിച്ചു കൊടുത്ത്. ഓറഞ്ച്, ഇതെല്ലാം ഓറഞ്ചിൻ്റെയാണ് കേട്ടോ. ഇതൊക്കെ ഒരുവിധം വളർന്ന് വലുതായ മാവുകളാണ് കേട്ടോ. ഈ ഭാഗത്തേക്ക് നോക്കിയല്ല, ഈ ഭാഗത്തെ കാഴ്ചകളൊന്ന് കാണിച്ചു കൊടുത്ത്. വ്യത്യസ്ത ഇനം പ്ലാവൻ തൈകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇത് ഏകദേശം ഒരു 5 ഏക്കർ വരുന്ന റബ്ബർ തോട്ടമായിരുന്നു. അത് ഒരു കാലത്ത് ആള് വെട്ടി മാറ്റി. ആളുടെ ഒരു മനസ്സിൽ തോന്നിയ ഐഡിയയാണ് പ്ലാവിൻ തൈ വെച്ച് പിടിപ്പിക്കുക എന്നത്. ആ പ്ലാവിൻ തൈ വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ തന്നെ ഈ വരൾച്ച വരൾച്ച പിടിച്ച് കിടന്ന ഈ ഒരു കുന്നും പ്രദേശം എന്ന് പറയുന്നത് വെള്ളം തങ്ങി നിർത്തി ഈ പരിസരവാസികൾക്ക് തന്നെയുള്ള ഒരു ജലക്ഷാമത്തെ സാധൂകരിക്കാനും ഈ ഒരു കൃഷിയിലൂടെ ആൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ഗവേഷണ വിദ്യാർത്ഥികൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ആ ഒരു പഠനങ്ങളൊക്കെ നടത്തി ഒരുപാട് വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റു ചാനലുകളിലൊക്കെ ഒരുപാട് കാണുവാൻ ഇടയായിട്ടുണ്ട്. കാര്യം അത്രമാത്രം പ്ലാവിൻ തൈകൾ കൊണ്ടുള്ള ഒരു ശേഖരം തന്നെ ഇവിടെ കാണുന്നത്. മിക്ക പ്ലാവിൻ തൈയും അധികം വളർച്ച എത്താതെ തന്നെ ഒരുപാട് സ്വാദിഷ്ടമായ ചക്ക ഉണ്ടാകുന്നതും ഒരു വ്യത്യസ്ത ഇനം പ്ലാവിൻ തൈകളുടെ ഒരു കൂട്ടം തന്നെ ഇവിടെയുണ്ട്. അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പോവാം. അവിടെ ഒരുപാട് പ്ലാവിൽ തന്നെ ഒരുപാട് ചക്കകൾ ഉണ്ടായി കിടക്കുന്ന കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പുറത്തെ ഒരു കാഴ്ച കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെയുണ്ട് പ്ലാവിൻ്റെ കൂട്ടങ്ങൾ തന്നെ. ഇവിടേക്ക് വന്നു കഴിഞ്ഞാലും ഇവിടെ തെങ്ങിൻ തൈയാണ്. എന്താണ് അതിൻ്റെ ഒരു പേരെന്ന് നമുക്കറിയില്ല. വർഗീസ് ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ നമ്മളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമായിരുന്നു. ഇതെന്താണെന്ന് മനസ്സിലായില്ലല്ലേ? ഇതെന്താ സംഭവം മനസ്സിലായില്ലല്ലേ? ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്ന ഒരു ഇവിടെയൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു പ്ലാവ് തന്നെയാണെന്ന് തോന്നുന്നല്ലേ? അല്ലേ? എന്താണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. ഈ അടയ്ക്ക, ഇതാ ഇത് അടയ്ക്കയാണ്. അത് ഡ്രാഗൺ, ഇത് അടയ്ക്കയല്ലേ? നോക്ക്, അധികം ഉയരം വെക്കാതെ തന്നെ അടക്ക മരത്തിൽ നിറയെ അടക്കകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏതായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചകൾ നമ്മൾക്ക് കാണുവാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ആ പ്ലാവിൻ തോട്ടം എടുക്കാം, വാ. ഞങ്ങൾ വന്ന് കയറുമ്പോൾ ഉള്ളൊരു സ്ഥലത്തെ കാഴ്ചകളാണ് ആദ്യം കാണിച്ചത്. ഇനി നമ്മൾ പ്ലാവിൻ്റെ ഒരു വലിയൊരു ശേഖരം തന്നെയുള്ള തോട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തട്ടുകെട്ടായിട്ട് തിരിച്ചിരിക്കുന്നത് തന്നെയാണ് ഇവിടുത്തെ ആ ഒരു ജലസംഭരണി എന്ന് വേണേൽ പറയാം. എത്ര മഴ പെയ്താലും അത് പുറമേക്ക് പോകാതെ തന്നെ ഈ മണ്ണിൽ തന്നെ ശേഖരിച്ച് നിർത്തുവാനുള്ള ഒരു നാടൻ സാങ്കേതിക വിദ്യ എന്ന് പറയാം. അത് നല്ല രീതിയിൽ ചെയ്യുവാനായിട്ട് നമ്മുടെ വർഗീസേട്ടന് സാധിച്ചിട്ടുണ്ട്. ഇത് പോപ്പല്ലേ? പോപ്പിന്റെ പേരിൽ വെച്ച പ്ലാവാണല്ലേ? ആള്
ഓരോ പേരിലും ഓരോ പ്ലാവൻ തൈ നട്ടിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, അത് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്കായിട്ടല്ലേ. ഇവിടെ ഉണ്ട് ഒരെണ്ണം. ഇവിടെ സുഷമ സ്വരാജ്. അങ്ങനെയും കുറെ വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഇത് ആരുടെ ഫോട്ടോ? രാം, അതെന്താ പേര്? ആ പേരൊന്ന് വായിച്ചേ, പേരൊന്ന് വായിച്ചേ. അതിമനോഹരമായ ഒരു കാഴ്ച കൂടി വർഗീസ് സൈഡർ ഇവിടെ ചക്കകളുടെ ഒരുക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ, അതിന്റെ ഒരു സ്മരണാർത്ഥം ഒരു പ്ലാവൻ തൈ വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ ഫോട്ടോ ആരുടെ? അപ്പുറത്തെ ഫോട്ടോ അവിടെ എം ടി വാസുദേവൻ നായരുടെ ഫോട്ടോയും അവിടെ ഉണ്ട്. വാസുദേവൻ നായരല്ലേ? ഏതായാലും ഒരു മനുഷ്യ സ്നേഹി കൂടെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മമ്മൂട്ടിയുടെ പിറന്നാള് 70ാം പിറന്നാളിനോടനുബന്ധിച്ചുകൊണ്ടും ഒരു പ്ലാവൻ തൈ നട്ടത് ഇത്രത്തോളം വലുതായിട്ടുണ്ട്. ഇത് 70ാം പിറന്നാളിന് വെച്ചതായിരിക്കുമോ? അത് തന്നെ ഇത്രയും വലുതായല്ലേ. ആ, മോഹൻലാലിന്റെ പിറന്നാളിനും വെച്ചിട്ടുള്ള ഒരു പ്ലാവൻ തൈയാണ്. അത് ഇത്രത്തോളം ആയിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള ഒരു കാഴ്ചകളൊക്കെ നമ്മളുടെ ഒരു മനസ്സിന് സന്തോഷം തരുന്നൊരു കാര്യം കൂടിയാണ്. ഒരു കൃഷിയിൽ ഇങ്ങനെയുള്ള കുറച്ച് ഓർമ്മകൾ സൂക്ഷിക്കുക എന്നത് നല്ലൊരു ഹൃദയമുള്ള ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഹൃദയമുള്ള മനസ്സിനുടമയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. എല്ലാവരും ഉണ്ട് കേട്ടോ. സ്പോർട്സ് താരങ്ങളുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, പത്രമാധ്യമങ്ങളിലെ അതികായകന്മാരുണ്ട്. ഹാപ്പി ബർത്ത്ഡേ സച്ചിൻ, മറഡോണ. ഇത് നമ്മളിങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ഈ ഒരു കുന്നൻ ചരിവ് പല പല തട്ടുകളായിട്ട് തിരിച്ചിട്ട് ഈ കുന്നുകൾ മുഴുവനും പ്ലാവുകളോട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ നടന്ന് ഒരുവിധം ക്ഷീണിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. എന്നിട്ട് നമുക്ക് ആകാശ ദൃശ്യങ്ങൾ എടുത്തിട്ട് നമുക്ക് പോവാം. വാ. ഇത് ആയിർജാക്കിലെ ഞങ്ങൾ നേരത്തെ പോയത് കുന്നിൻ്റെ മുകളിലേക്കുള്ള ഭാഗമാണ്. ഇത് താഴത്തേക്കുള്ളൊരു ഭാഗമാണ് കേട്ടോ. ഇവിടെ കാണുന്ന ഫലവൃക്ഷങ്ങളൊക്കെ ഇതാണ് ആയിർജാക്ക് പ്ലാവ്. ഇത് അഭിയു വൃക്ഷമാണ് കേട്ടോ. അതിൻ്റെ തൈകളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. ഇതൊക്കെ നാടന്മാവ് ഇനത്തിൽപ്പെട്ട സാധനമാണ്. പേടിച്ചു പോയി, പാമ്പാണെന്ന് വിചാരിച്ചു. പാമ്പൊന്നുമില്ല. ആ, ഇതാണ് നമ്മൾ കണ്ടെത്തിയ ആയിർജാക്കിലെ പ്ലാവ്. കണ്ട, ഇത്രയും ചെറുപ്പത്തിൽ തന്നെ നല്ല വലിയ ചക്ക ഉണ്ടാവും. നല്ല ടേസ്റ്റുള്ള ചക്കയാണ് ഇതിലുണ്ടാകുന്നത്. തടി വെച്ച് വരുന്നേ ഉള്ളു. അപ്പൊ തന്നെ അതിൽ ചക്ക ഉണ്ടായിട്ട് പഴുക്കാൻ പാകത്തിനായിട്ട് നിൽക്കുകയാണ്. ഏകദേശം ഇത്രത്തോളം ഇവിടുത്തെ ഒരു കാഴ്ചകൾ. ഇത് അബിയു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫലവൃക്ഷമാണ്. ഇതിൻ്റെ ഒരു കായ പാകമായത് അവിടെ കിടപ്പുണ്ട്. ഞങ്ങളത് കാണിച്ചു തരാം. കട്ട് ചെയ്യണ്ട കേട്ടോ. എന്നിട്ട് വന്നു. ഇതെല്ലാം പ്ലാവിൻ തൈകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കട്ടെ ഇവിടെ. അബിയുവിൻ്റെ തൈകളാണ് ഇത് മുഴുവനും. ആ അബിയു എന്ന ഫലവൃക്ഷത്തിലുള്ള നന്നായിട്ടൊന്ന് കാണിച്ചു കൊടുത്തേ. ഫലമാണ് ഈ കാണുന്നത്. ഒരുപാട് തൈകളുണ്ട്. ഇത് നന്നായിട്ട് പാകമായതാണെന്ന് തോന്നുന്നു. ഇത് നമ്മൾ മാങ്ങ കഴിക്കുമ്പോൾ അതിൻ്റെ തൊലി ചെത്തിയിട്ട് വേണം കഴിക്കാൻ. അതിൻ്റെ രുചി എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ കഴിച്ച് തന്നെ നോക്കേണ്ടി വരും. നമ്മളിത് ആദ്യമായിട്ട് കാണുകയാണല്ലോ. ഏതായാലും ഇങ്ങനൊരു ഫലവൃക്ഷം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല.
ഏതായാലും നല്ലൊരു കാഴ്ചയാണ് ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ചെറിയ ചെറിയ കായ്കളുണ്ട്. ദേ മുകളിലേക്ക് നോക്കി, ഇതിലൊക്കെ ചെറിയ ചെറിയ ഒരുപാടുണ്ട്. ഒരുപാട് ഒരു ചെറിയൊരു മരമാണിത്. ആ മരത്തിൽ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-50 കായ ഉണ്ടെന്ന് തോന്നുന്നു. പിടിച്ചു നോക്കാല്ലേ ഇതിലൊന്ന് കാണിച്ച്, ഇതിലൊന്ന് കാണിച്ച്, ഇതിൽ ഞെക്കോ, ഇത് കാണിച്ച്. കണ്ട ഞെക്കിയാൽ ചിലപ്പോൾ അതിനുള്ള സംഭവിച്ചാലോ. വർഗീയ സീട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരെണ്ണം ചെത്തി തരുവാൻ ചോദിക്കായിരുന്നു. പക്ഷെ വർഗീയ